എൻ്റെ മുമ്പിലൊരു KSRTC ബസ്സുണ്ട്, കുമ്പള ടോൾ പ്ലാസിൻ്റെ അടുത്തും. ആ ബസ് പാസ്സായതും എൻ്റെ ടോൾ കട്ടായി. എൻ്റെ വണ്ടിയുടെ ഓൾമോസ്റ്റ് മിഡിലായിട്ട് ഗ്ലാസ്സിലോട്ട് ഇത് വീണപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് സംസാരിക്കുന്നു. അവിടെ ഒരാളും മലയാളികളായിട്ട് ആരുമില്ല. ഞാൻ പറയുന്നവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചില സമയത്ത് മനസ്സിലാകുന്നുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ഒന്നും കേൾക്കുന്നില്ല, വണ്ടി എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു. കുമ്പള ടോൾ പ്ലാസയിൽ യുവാവിനെതിരെ പോലീസ് അതിക്രമമെന്ന് പരാതി. 6 മാസം പ്രായമുള്ള കുഞ്ഞും സ്ത്രീകളും കാറിലിരിക്കെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ബലം പ്രയോഗിച്ച് പോലീസ് യുവാവിനെ വലിച്ചിറക്കിയെന്നാണ് പരാതി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ടോൾ പ്ലാസയിൽ ഗതാഗത കുരുക്കുണ്ടാക്കിയതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. പോലീസ് ഞാൻ പറയുമ്പോൾ അവരൊന്നും ഇന്ന് പറ്റൂല, സംസാരിക്കാൻ പറ്റൂല, വണ്ടി എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുള്ളത്. പിന്നെ അവിടെ പോലീസ് കുറേ ആൾക്കാർ വന്ന് എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോയതാവും, വലിച്ചെടുത്ത്. വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. ബോവിക്കാനം സ്വദേശിയായിട്ടുള്ള റിയാസും കുടുംബവും കർണാടക ഉള്ളാലിലെ പള്ളിയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അതിനിടെയാണ് കുമ്പള ടോൾ പ്ലാസയിൽ വെച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഫാസ്ടാഗിലൂടെ പണം ഈടാക്കിയതിനു ശേഷവും ടോൾ ബാർ കാറിന് മുകളിലേക്ക് വീണു എന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. തർക്കത്തിനിടെ ടോൾ ജീവനക്കാർ മോശമായി പെരുമാറിയെന്നാണ് റിയാസിന്റെ പരാതി. തുടർന്നാണ് പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തുന്നത്. കാർ എടുത്തു മാറ്റാൻ പോലീസ് പറയുന്നത് ദൃശ്യത്തിൽ വ്യക്തമാണ്. എന്നാൽ ആദ്യഘട്ടത്തിൽ കാറ് മാറ്റാൻ റിയാസ് തയ്യാറായില്ല. തുടർന്നാണ് ബലം പ്രയോഗിച്ച് റിയാസിനെ പോലീസ് കാറിൽ നിന്ന് വലിച്ചിറക്കിയത്. വലിയ ഗതാഗത കുരുക്കുണ്ടാകുമെന്നതുകൊണ്ടാണ് ആ നടപടി സ്വീകരിച്ചതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. പോലീസ് തന്റെ ഭാഗം കേട്ടതേയില്ല എന്നാണ് റിയാസ് പറയുന്നത്. 6 മാസം പ്രായമുള്ള കുഞ്ഞും സ്ത്രീകളും കാറിലിരിക്കെയാണ് അത് പരിഗണിക്കാതെ തന്നോട് പോലീസ് ക്രൂരത കാട്ടിയതെന്നാണ് റിയാസിന്റെ പരാതി. കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് റിയാസിന്റെ തീരുമാനം.